أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون. നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ജലത്തിൻ്റെ സാന്നിധ്യം. നിറമോ മണമോ രുചിയോ ഇല്ലാതെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു ഓക്സിജനും 2 ഹൈഡ്രജൻ ആറ്റങ്ങളും കൂടിച്ചേർന്നുണ്ടാവുന്ന അത്ഭുത ദ്രാവകം. നമുക്ക് വേണ്ട എനർജിയോ മൈക്രോ ന്യൂട്രിയൻസോ നൽകുന്നില്ലെങ്കിലും ജലമില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല. ജീവന്റെ നിലനിൽപ്പിനു ജലം അനിവാര്യമാകുന്നത് ജലത്തിന്റെ ചില സവിശേഷതകൾ കൊണ്ടാണ്. ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ റെപ്ലിക്കേഷന് ജലം ആവശ്യമാണ്. ശരീരത്തിലെ പലതരം പ്രവർത്തനങ്ങളിലും പല ഘടകങ്ങളുടെയും ലായകമായി പ്രവർത്തിക്കുന്നത് ജലമാണ്. ശരീരത്തിൽ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ നടക്കാനും ജലം ഒരു അവശ്യ വസ്തുവത്രേ. ഒരു മനുഷ്യന്റെ ദഹനം, രക്തചംക്രമണം, താപനില നിയന്ത്രണം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം അത്യന്താപേക്ഷിതമാണ്. ശരിയായ ആരോഗ്യം നിലനിർത്താൻ പ്രായപൂർത്തിയായ ഒരാൾ പ്രതിദിനം 2-3 ലിറ്റർ വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യന്റെ വ്യക്തിഗത ഉപഭോഗത്തിനപ്പുറം ഭക്ഷ്യ ഉൽപാദനം, ശുചിത്വം എന്നിവയിൽ വെള്ളം നിർണായക പങ്കുവഹിക്കുന്നു. ജലസേചനത്തെ വൻതോതിൽ ആശ്രയിക്കുന്ന കൃഷി ലോകത്തിലെ ശുദ്ധജലത്തിന്റെ ഏകദേശം 70% ഉപയോഗിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ചെടികളിലും പ്രകാശ സംശ്ലേഷണത്തിനും ശ്വസനത്തിനും ജലം അടിസ്ഥാന ഘടകം തന്നെയാണ്. എന്നുമാത്രമല്ല, ആസിഡ് ബേസ് ന്യൂട്രാലിറ്റിക്കും എൻസൈം പ്രവർത്തനത്തിനും ജലം അനിവാര്യം തന്നെ. വിവിധ രൂപത്തിൽ ഭൂമിയിൽ ജലത്തിന്റെ സാന്നിധ്യം നമുക്ക് കാണാനാവും. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലെ 71% ജലത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. അതിൽ ഏകദേശം 96.5% ജലവും സമുദ്രജലവും ബാക്കിയുള്ള ജലം അന്തരീക്ഷത്തിൽ നീരാവിയായും ഭൂഗർഭജലമായും നദികളിലും പുഴകളിലും ഐസ് ക്യാമ്പുകളിലും ഗ്ലേസിയറുകളിലും മറ്റുമൊക്കെയായി കാണപ്പെടുന്നു. ഇതിൽ ശുദ്ധജലം വെറും 2.5% മാത്രമാണ്. ശുദ്ധജലത്തിന്റെ 68.9% ഗ്ലാസിയറുകളിലും സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്ന തരത്തിലുമാണ് കാണപ്പെടുന്നത്. ഭൂമിയുടെ ഏകദേശ ജലത്തിന്റെ അളവ് 1.386 ബില്യൺ ക്യൂബിക് കിലോമീറ്റർ ആണ്. ഒരു ഗ്രഹത്തിന്റെ ഉപരിതലത്തിലും ഉള്ളിലും അന്തരീക്ഷത്തിലുമായി കാണപ്പെടുന്ന ആകെ ജലത്തെയാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണുക: ആകാശത്തു നിന്ന് നാം ഒരു നിശ്ചിത അളവിൽ വെള്ളം ചൊരിയുകയും എന്നിട്ട് നാം അതിനെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കുകയും ചെയ്തിരിക്കുന്നു. അത് നീക്കിക്കളയാൻ തീർച്ചയായും നാം ശക്തനാകുന്നു. ജലത്തിന്റെ ചലനം, വിതരണം, ഗുണനിലവാരം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഹൈഡ്രോളജി. ബാഷ്പീകരണം, ഘനീഭവിക്കൽ, മഴ, ഒഴുക്ക് എന്നിങ്ങനെയുള്ള വിവിധ രൂപങ്ങളിലൂടെ ജലം ഭൂമിയിൽ തുടർച്ചയായി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അന്തരീക്ഷം, മണ്ണ്, ഉപരിതലം, ഭൂഗർഭജലം, സസ്യങ്ങൾ എന്നിവയ്ക്കിടയിലുള്ള ജലത്തിന്റെ തുടർച്ചയായ കൈമാറ്റമാണ് വാട്ടർ സൈക്കിൾ അഥവാ ജലചക്രം എന്നറിയപ്പെടുന്നത്. നീരാവിയായി മാറുന്ന കടൽ ജലത്തെ കാറ്റ് കടലിലേക്ക് ഒഴുക്കുന്ന അതേപോലെ തന്നെ കരയിലേക്കും കൊണ്ടുപോകുന്നു. വാതക രൂപത്തിലുള്ള ഈ നീരാവി പിന്നീട് മേഘശകലങ്ങളായി മാറ്റുന്നു. മേഘശകലങ്ങൾ കൂടിച്ചേർന്ന് ഭാരിച്ച മഴമേഘങ്ങളാവുന്നു. അവയുടെ ഉരസൽ മൂലം മിന്നലും ഇടിയുമുണ്ടാവുന്നു. തണുത്ത പ്രതലത്തിൽ തട്ടി ഘനീഭവിക്കുന്ന അവ പിന്നീട് മഴ, മഞ്ഞ്, ആലിപ്പഴം, മൂടൽമഞ്ഞ് എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ താഴേക്ക് പതിക്കുന്നു. ശക്തമായ മഴ ഒരു നദി കര കവിഞ്ഞൊഴുകുന്നതിനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നതിനും കാരണമാവുന്നു. മറുവശത്ത് ഒരു പ്രദേശത്തെ സ്ഥിരമായി ലഭിക്കുന്ന മഴയുടെ ശരാശരിയിൽ താഴെ മാത്രം മഴ ലഭിക്കുമ്പോൾ അവിടെ വരൾച്ചയുണ്ടാവുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണുക: അല്ലാഹു കാർമേഘത്തെ തെളിച്ചു കൊണ്ടുവരികയും എന്നിട്ട് അത് തമ്മിൽ സംയോജിപ്പിക്കുകയും എന്നിട്ടതിനെ അവൻ അട്ടിയാക്കുകയും ചെയ്യുന്നുവെന്ന് നീ കണ്ടില്ലേ? അപ്പോൾ അതിനിടയിലൂടെ മഴ പുറത്തു വരുന്നതായി നിനക്ക് കാണാം. ആകാശത്തുനിന്ന് അവിടെ മലകൾ പോലുള്ള മേഘകൂമ്പാരങ്ങളിൽ നിന്ന് അവൻ ആലിപ്പഴം ഇറക്കുകയും
എന്നിട്ട് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അവൻ ബാധിപ്പിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അത് തിരിച്ചുവിടുകയും ചെയ്യുന്നു. അതിൻ്റെ മിന്നൽ വെളിച്ചം കാഴ്ചകൾ റാഞ്ചിക്കളയുമാറാകുന്നു. വായുവിലെ ഘനീഭവിച്ച ജലം സൂര്യകിരണങ്ങളെ അപവർത്തനത്തിനു വിധേയമാക്കി കണ്ണിന് കുളിർമയേകുന്ന മഴവില്ലുകൾ ഉണ്ടാക്കുന്നു. മഴ പെയ്തൊഴുകുന്ന ജലം അരുവികളും നദികളും പോലുള്ള നീർത്തടങ്ങളിൽ ശേഖരിക്കപ്പെടുന്നു. മണ്ണൊലിപ്പിലൂടെ നദീതടങ്ങളും ഡെൽറ്റകളും സൃഷ്ടിക്കപ്പെടുകയും മനുഷ്യവാസത്തിന് അനുയോജ്യമായ പരിസ്ഥിതി രൂപപ്പെടുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണുക: നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ തൊട്ടിലാക്കുകയും നിങ്ങൾക്ക് അതിൽ വഴികൾ ഏർപ്പെടുത്തി തരികയും ആകാശത്തു നിന്ന് വെള്ളമിറക്കി തരികയും ചെയ്തവനത്രേ അവൻ. അങ്ങനെ അതുമൂലം വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളുടെ ജോഡികൾ നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. 20:53